കാനഡയിൽ നടക്കുന്ന G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പോകുകയായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഒരു കൊച്ചു രാജ്യത്തിൽ കുറച്ചു നേരം തങ്ങി. ഏത് രാജ്യമാണെന്നല്ലേ? സൈപ്രസ് എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അതെ, ഒരു കൊച്ചു രാജ്യമായ സൈപ്രസ്. തുർക്കിയിൽ നിന്നും വളരെയധികം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ കൊച്ചു സൈപ്രസ്. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സൈപ്രസിൽ ഗ്രീക്ക് സൈപ്രറ്റുകളും ടർക്കിഷ് സൈപ്രറ്റുകളുമുണ്ട്. എന്നാൽ ടർക്കിയുടെ ആഗ്രഹം ഈ ദ്വീപിനെ ഒറ്റയടിക്ക് വിഴുങ്ങണമെന്നാണ്. അതായത് ആ ദ്വീപിനെ, സൈപ്രസിനെ സ്വന്തമാക്കണമെന്നാണ്. അതിൻ്റെ ഒരു 15% ഇപ്പോൾ അവരുടെ കൈവശമുണ്ട് താനും. ഈ തുർക്കിയെ നിങ്ങൾക്കറിയില്ലേ? പഴയ ഓട്ടോമൻ എംപയർ. ഒരു കാലത്ത് അനവധി യുദ്ധങ്ങൾ പല രാജ്യങ്ങളും നടത്തിയിട്ടുള്ള രാജ്യമാണ് ഈ തുർക്കി. ഓട്ടോമൻ എംപയറിൻ്റെ സമയത്ത് അർമീനിയ എന്ന കൊച്ചു ക്രിസ്ത്യൻ രാജ്യത്ത് ഇവർ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾക്ക് ലോകത്തിന് മാപ്പ് നൽകാനാവില്ല. അതുപോലുള്ള കൂട്ടക്കൊലകളാണ് ഈ കൊച്ചു രാജ്യത്ത് ഇവർ നടത്തിയത്. ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാന് എല്ലാവിധ പിന്തുണകളും നൽകുന്ന, ആയുധങ്ങളും നൽകുന്ന ഒരു രാജ്യമാണ് തുർക്കി. എൻഡോഹാൻ അനവധി ആയുധങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് പാകിസ്ഥാന് അയച്ചു കൊടുത്തത്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മോദി സൈപ്രസിൽ ഇറങ്ങിയിരിക്കുന്നത്. സൈപ്രസിൽ ഇറങ്ങുക മാത്രമല്ല, അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ കൂടെ തുർക്കി കൈവശം വച്ചിരിക്കുന്ന മേഖലയുടെ അടുത്തുപോയി ആ ഭാഗങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പാകിസ്ഥാനെ സഹായിക്കുന്ന സകലവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന തുർക്കിക്ക് ഒരു പണി ഇന്ത്യ കൊടുക്കാതിരിക്കില്ല. ഗ്രീസിനും ഇന്ത്യ ആയുധങ്ങൾ വിൽക്കുവാനായി ശ്രമിക്കുന്നുണ്ട്. സൈപ്രസിനും ആയുധങ്ങൾ വിൽക്കുവാനായി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതായത് ശത്രുവിനെ കൂട്ടുപിടിച്ച് ശത്രുവിനിട്ടൊരു പണി. അത് തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ തുർക്കിക്കെതിരെ. നന്ദി, താങ്ക് യു, നമസ്കാരം.